ചേട്ടാ, നിലമ്പൂർ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ എ കെ ആന്റണി പറഞ്ഞു അത്രയ്ക്ക് അങ്ങ് കുന്തളിക്കണ്ട, ഇതെല്ലാം കണ്ട് ഓവർ കുന്തളിപ്പ് വന്നിട്ട് കയ്യിലിരിക്കുന്നതും എല്ലാം കൂടി പോകണ്ട എന്നുള്ള രീതിയിൽ ഒരു കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ആത്മവിശ്വാസ കൂടുതൽ കോൺഗ്രസിന് വിനയാകാനുള്ള സാധ്യതയുണ്ടോ? എ കെ ആന്റണിയെ പോലെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ സ്വഭാവം, ഉം. ഈ തൊഴുത്തുകുത്ത് കൂടെ നിന്ന് കണ്ടിട്ടുള്ള ഒരു അത് മാത്രമേ അതിനകത്തുള്ളൂ. ഈ തൊഴുത്തുകുത്ത് കൂടെ നിന്ന് കണ്ടിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അത് എ കെ ആന്റണി എന്ന് പറയുന്ന നേതാവ് കെ കരുണാകരന്റെ കാലം മുതൽ അദ്ദേഹം കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഈ കാണുന്ന നേതാക്കളൊക്കെ തന്നെ അവരുടെ പിറകെ വന്നവരാണ്. എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും പിറകെ വന്നു. ഇപ്പൊ വി ഡി സതീശനെ കുറിച്ച് നമ്മൾ രാവിലെ സംസാരിച്ചു പറഞ്ഞു. വി ഡി സതീശൻ പറഞ്ഞ ഒരു മാജിക് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ആ മാജിക്കിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടാം നിരയിലെ നേതാക്കളൊക്കെ വരാൻ പോവുകയാണ്. സന്തോഷം, നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, വന്നു. വി ടി ബൽറാമിനെ പോലെ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ കെ പി സി സിയുടെ ഭാരവാഹി ഒരാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കെ എസ് യു ഇനിയിപ്പോ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത പോലെയാവും. അപ്പൊ ഇനിയിപ്പോ അടുത്ത പാലക്കാട്, അത്രയും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുകൊണ്ട് പറയാതെ പോയിരിക്കില്ല. പാലക്കാട് ഇനി അരയും തലയും മുറുക്കി നിന്ന് എന്ത് വന്നാലും ഒരു വോട്ടിന് ഈ ഐറ്റത്തിനെ തോപ്പിക്കുക എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പൊ വിഷയം ഈ CPM തീരുമാനിക്കുന്നത്. കാര്യം CPM-നോട് തൂങ്ങാൻ പറയും, അവിടെ ഇവിടെയൊക്കെ വേണ്ട തമ്മിലടിയുള്ളതുകൊണ്ട് ആരാ തീരുമാനിച്ചത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. അല്ല, അതുണ്ടാവും. അത് പറഞ്ഞ ചോദ്യം കറക്റ്റ്. അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന എറണാകുളം ജില്ലയിൽ തമ്മിൽ പാലം വലിച്ച് തോപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇവിടെ നമ്മുടെ ഇദ്ദേഹം സെബാസ്റ്റ്യൻ പോൾ ജയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ജയിച്ചത് പാലം വലിച്ചിട്ടാണ്. കോൺഗ്രസ് തന്നെ പാലം വലിച്ചാണ് സെബാസ്റ്റ്യൻ പോൾ ജയിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ നമുക്കിതിൽ പറയാനുള്ളത്, ഇവർക്കൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ രണ്ടാം നിര നേതാക്കളെ കൊണ്ടുവരുന്നു പറഞ്ഞു. വി ഡി സതീശൻ ശക്തനാകുന്നു. അപ്പൊ ആർക്കൊക്കെ കുരുപൊട്ടും? കെ മുരളീധരന് കുരുപൊട്ടും, പിന്നെ കെ സുധാകരന് കുരുപൊട്ടും, പിന്നെ വേറെ ആർക്കൊക്കെ കുരുപൊട്ടും? ഇവരെല്ലാം കൂടെ ഒരുമിച്ചാവും. വി എം സുധീരനാവും. മൊത്തത്തിൽ ഇതൊരു കുരുവുള്ളവരുടെ പാർട്ടി. അങ്ങനെയല്ല, ഇവരങ്ങനെയാണ്. ഇവരുടെ രീതി ഈ കുരു മാത്രമേ ഉള്ളൂ, അല്ല പ്രവർത്തനം കുറവാണ്. അല്ല, അങ്ങനെയല്ല, ഇവർക്ക് അങ്ങനെയാണ്. ഇവരുടെ ജനാധിപത്യം കൂടുതലാണ്. CPM-നെ പോലെയല്ല, ജനാധിപത്യം കൂടുതലാണ്. ജനാധിപത്യം കൂടുതലാവുമ്പോൾ പാൾപ്പയറ്റ് കൂടും. ജനാധിപത്യം കൂടുതലാകുമ്പോൾ ഓതിരം കടകം വെട്ടുന്നത് കൂടും. അങ്ങനെ ഓതിരം കടകം വെട്ടുമ്പോഴത്തേക്ക് ഇപ്പൊ പറയുന്ന ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ തെറ്റും. ഇവരിപ്പോ ഇനിയിപ്പോ ചെയ്യാൻ പോണെന്നറിയാം. ലോകസഭയിൽ മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണ നിയമസഭയിൽ വന്നിരുന്ന ഓർമ്മയില്ല. കുറ്റിപ്പുറത്ത് കണ്ടാണ് അദ്ദേഹം മത്സരിച്ച്, എവിടെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം ലോകസഭയിൽ പോയ ആളാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഇവിടെ നിയമസഭ ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് മത്സരിച്ചു. എന്തിനു വന്ന് മത്സരിച്ചു? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഹിന്ദി അവിടെ ഇരുന്നും പഠിക്കാന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷ ലോകസഭയിൽ നമുക്ക് പറയാം. നമ്മുടെ മാതൃഭാഷ സംസാരിച്ചാൽ സ്പീക്കർ കേൾക്കാനുള്ള ഭാഷയിൽ സ്പീക്കർ കേട്ടോളൂ. ഇതിപ്പോ അങ്ങനെയല്ല. അദ്ദേഹം ഇപ്പൊ കേൾക്കുന്ന ഒരു വർത്തമാനം, അടൂർ പ്രകാശിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അടൂർ പ്രകാശിനും ഇനിയിപ്പോ UDF കൺവീനറായ അടൂർ പ്രകാശിനും പതുക്കെ ആറ്റിങ്ങിൽ നിന്ന് മാറിയിട്ട് ഇവിടെ മത്സരിക്കാം. കാരണം ഇവർക്കുള്ളൊരു വിഷയം എന്നറിയോ, ഇവർക്ക് ചില നേതാക്കളെ മാത്രമേ മത്സരിപ്പിക്കാൻ ഇവർക്ക് താല്പര്യമുള്ളൂ. ഇപ്പൊ അടൂർ പ്രകാശിനെ ആറ്റിങ്ങിൽ ജോയിയെ തോൽപ്പിക്കാനായിട്ടാക്കി. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ജോയിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കണ്ട്രാക്ട് വിട്ട് നടക്കാൻ പറ്റുമായിരുന്നു. ജില്ലാ സെക്രട്ടറി MLA എന്നൊക്കെ പറയുമ്പോൾ ചില ഗുണ്ട സ്റ്റൈലിൽ മറ്റേ നമ്മുടെ കീരേരി അച്ചുവിനെ പോലെയൊക്കെ മുണ്ടൊക്കെ കൊടുത്ത് ഒരു സ്റ്റൈലിലൊക്കെ ആറ്റിങ്ങിലൊക്കെ നടക്കായിരുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ അണ്ണ എന്നൊക്കെ ഒരു 10 വിളിക്കുമ്പോൾ നിന്ന് നിൽപ്പിൽ ആകാശം മൊത്തം പോകും. അപ്പൊ അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിയത് പിണറായിയായിരുന്നു. എന്നിട്ട് ഏതാണ്ട് ചില്ലുവാന വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിച്ചത്. എന്തിന് അടൂർ പ്രകാശിനെ അവിടെ നിർത്തി? ഈഴവ വോട്ട് കിട്ടാൻ വേണ്ടി. ഇപ്പം അടൂർ പ്രകാശ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ മാനദണ്ഡങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ആര് വേണോ ഞങ്ങൾക്ക് ലോകസഭ ഇരിക്കുന്നവരെ കൊണ്ട് ഇവിടെ മത്സരിപ്പിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇവരിൽ പലരും ഇപ്പൊ ലോകസഭയിൽ ഇരിപ്പുണ്ട്. ഷാഫി പറമ്പിൽ, പാലക്കാട് ജയിച്ചിരുന്ന ഷാഫി പറമ്പിലിനെ മാറ്റിയിട്ടാണ് ഈ പറയുന്ന രാഹുൽ മത്സരിച്ചത്. ഷാഫി പറമ്പിലിനെ ഇവർ വീണ്ടും കൊണ്ടുവരും. അതായത് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ പറ്റില്ലേ? അത് ഇവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കൾ ഒരുപാടുണ്ടെങ്കിലും മത്സരിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു പരിചയമുള്ള നേതാക്കൾ കുറവായതുകൊണ്ട് കൂടിയായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ അവർക്കൊന്നും രണ്ടാം നിര നേതാക്കൾ, ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞു, ജിൻഡോയുടെ കാര്യം പറഞ്ഞു. ഇപ്പം എങ്ങനെയാ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായത്? മാധ്യമങ്ങളിലുള്ള ഡിബേറ്റുകളിൽ പങ്കെടുത്ത് സംസാരിച്ചാണ് അവരൊക്കെ തന്നെ നേതാക്കളാണെന്ന് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടാം നിര നേതാക്കളെ എന്തുകൊണ്ട് VT ബൽറാം നമ്മൾ പറഞ്ഞ പേരാണ്.
VT ബലറാമിനെ അവർക്ക് കൊണ്ടുവന്നൂടെ? ഇപ്പൊ VK ശ്രീകണ്ഠൻ ലോകസഭയിൽ പാലക്കാട് മത്സരിച്ച ആളാണ്. എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? ഇപ്പൊ അല്ല, രാഹുൽ മാങ്കൂട്ടത്തെക്കാളും മുമ്പ്, എത്രയോ മുമ്പ് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായിട്ട് വാദിക്കുന്ന ഒരാളാണ് ജിൻഡോ ജോൺ. ജിൻഡോ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പല ഘടകങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ യൂത്ത്, ഇപ്പൊ ജിൻഡോ എന്ത് വന്നാലും രാഹുലിനേക്കാളും മൂത്ത ആളാണ്. അദ്ദേഹം ഇന്നലെ സംസാരിച്ചു. മഹാരാജാസിലൊക്കെ അദ്ദേഹം ഇവിടെ ചെയർമാൻ ആയിരുന്ന ആളാണ്. മഹാരാജാസിൽ അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹം ഇവിടെ അവരുടെ യൂണിയൻ, അദ്ദേഹം KSU SFIക്കാരെ തോപ്പിച്ച ആളാണ് എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു വ്യക്തി എന്നല്ല, ചില ഘടകങ്ങൾ വരും. ഇന്നാരെ മത്സരിപ്പിക്കുക, പിന്നെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഷാഫിയുടെ കാര്യം പറഞ്ഞു. പാലക്കാട് MLA ആയിരുന്ന ഷാഫിയെ കൊണ്ടാണ് വടകര മത്സരിപ്പിച്ചത്. അവിടെ ആരായിരുന്നു? ശൈലജ ടീച്ചറായിരുന്നു. ഷാഫി അല്ല മറ്റൊരാളായിരുന്നു അവിടെ എങ്കിൽ നമ്മൾ സസ്പെൻസ് ആയിരുന്നു. അവിടെ ആരായിരിക്കും ഇവർ കൊണ്ടുവന്ന് ഷാഫിയെ നിർത്തി. അപ്പോൾ ഷാഫി ഇപ്പോൾ ഒരു അവിഭാജ്യ ഘടകമാണ്. K മുരളീധരനെ വടകരയിൽ നിന്ന് എടുത്ത് തൃശ്ശൂർ കൊണ്ടിട്ട് തൃശ്ശൂർ അദ്ദേഹം തോറ്റു. എന്നിട്ട് ഈ തൃശ്ശൂർ K മുരളീധരൻ വരുമ്പോൾ അദ്ദേഹത്തിന് നേമത്ത്, വടകര നിന്ന് അദ്ദേഹത്തിന് നേമത്തോണ്ട് മത്സരിപ്പിച്ചു. ഇവർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എവിടെയും അവർ മത്സരിപ്പിക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. ഇവർക്ക് അവരല്ലാതെ വേറെ ആരുമില്ല. ഈ BJPയുടെ കഥ പറയുന്ന പോലെ സുരേന്ദ്രൻ ഇപ്പൊ പത്തനംതിട്ടയും മത്സരിക്കും, സുരേന്ദ്രൻ കാസർഗോഡ് വേണമെങ്കിലും മത്സരിക്കും. ആകെ ഒരു സുരേന്ദ്രനുണ്ട് 3 സീറ്റ്. സുരേന്ദ്രൻ മറ്റേ പോയി ഓർമ്മയില്ല, ഹെലികോപ്റ്ററിൽ പോയി അന്വേഷിച്ചാൽ. ഇവർക്ക് വേറെ ആരും, ഇവർ വേറെ സ്ഥാനം. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്നറിയോ? ഷിബു ബേബി ജോണിന്റെ RSP, ഷിബു ബേബി ജോണിന്റെ RSPക്ക് പ്രേമചന്ദ്രന് ഇപ്പം അവിടെ നിന്ന് തിരിച്ച് ലോകസഭയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇനി മത്സരിക്കണം, പ്രേമചന്ദ്രന് മന്ത്രിയാവണം. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പടലപ്പിണക്കങ്ങളാണ് CPM മുതലെടുക്കുന്നത്. ഇപ്പൊ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPC പ്രസിഡന്റ്, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് മന്ത്രിയാവണമെന്ന്. നമ്മൾ നേരത്തെ ഒരു സംസാരത്തിൽ പറഞ്ഞു UDF-ൽ ഒരു വിഷയമുണ്ട്. ഈ പാർട്ടി നേതൃസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയും എന്താ പറയാ പുറകോട്ടടിക്കുന്ന ഒരു ഘടകമാണ്. കാരണം ഈ മന്ത്രി കസേരയ്ക്കല്ല ഇവരൊക്കെ കൂടുതൽ പ്രാധാന്യം അവർക്ക് സംഘടനയിൽ വലിയ കാര്യമില്ല. അവരുടെ സംഘടന ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചു ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞു. ജോസ് കെ മാണി പറഞ്ഞിട്ടില്ലേ, ഒരു മന്ത്രിയല്ല എന്നുണ്ടെങ്കിൽ UDF-ലെ ഘടകകക്ഷി നേതാവിന് ഒരു വിലയില്ല. ഘടകകക്ഷി നേതാവ് എന്ന രീതിയിൽ ഒരു വിലയില്ല. ആ സമയം LDF-ൽ അങ്ങനെയല്ല, പാർട്ടിക്ക് വിലയാണ്. പാർട്ടി സെക്രട്ടറി, CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു മന്ത്രിയേക്കാൾ പവറാണ്. ഇപ്പം MV ഗോവിന്ദൻ എന്ന നേതാവ് തമാശ പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സീറ്റിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ നീണ്ട 15 കൊല്ലം പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന, ശയ്യാ അവലംബനായി കിടക്കുന്ന VS-നെ പിന്നെ ചൂണ്ടുവിരലിൽ നിർത്തിയത് പാർട്ടിയാണ് നിർത്തിയത്. ഇദ്ദേഹം പാർട്ടിയിലൂടെ കാണിക്കുകയോ ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവരൊക്കെ തന്നെ ഇവർ ഈ കാണിക്കുന്നത് ഇവർക്ക് കയ്യിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ വന്ന സാധനം ഇവർ കളഞ്ഞു കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിലടി. ഇപ്പോൾ BM സുധീരനും പിന്നെ K സുധാകരനും K മുരളീധരനും അടങ്ങിയ ഒരു ഗ്രൂപ്പ് മുതലെടുക്കുന്നുണ്ട്. ഇവർ അതിൻ്റെ ഒരു ഗ്രൂപ്പ് യോഗം വരെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബെന്നി ബെഹനാന് പിന്നെ KPC പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബെന്നി ബെഹനാൻ അതിനകത്ത് കളിക്കും. ബെന്നി ബെഹനാന്റെ ഗെയിം വേറെ ഒന്നായിരിക്കും. KPC പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ല. ഇപ്പൊ സണ്ണി പിന്നെ ജോസഫിന് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ KPC പ്രസിഡന്റ് മന്ത്രിയാവണമെന്നാകും. ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനങ്ങളാണ് ഇവരെയൊക്കെ മോഹം. അതാണ് ഇവരുടെ വിഷയം. തരൂർ ഞാൻ എന്തേ യോഗ്യനല്ലേ എന്ന് വെച്ചപ്പോൾ തരൂരിനെ തരൂരിന്റെ നെടലിനടുത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത തിരുവനന്തപുരത്തെ നേതാക്കളെ എനിക്കറിയാം. അവരെയൊക്കെ തന്നെ ഓരോന്നും തരൂരിനെതിരെ പച്ചയ്ക്കാണ് നിന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. തരൂരിന് നിഴലിനടുത്ത് നിൽക്കാൻ അദ്ദേഹം പറഞ്ഞ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഫ്ലൂവന്റ്, നമ്മളിങ്ങനെ കണ്ണു തള്ളി നിന്നു അദ്ദേഹത്തിന്റെ സംസാരം. ലോകം അദ്ദേഹം കണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന മറ്റൊരു വിഷയം, തരൂരിനും കോൺഗ്രസിലെ ഈ പറയുന്ന നിയമസഭയിൽ മത്സരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ മുരളീധരനോട് തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നു. ആരുടെ? അടൂർ പ്രകാശ് പറഞ്ഞു ഇത്തരത്തിൽ മത്സരിക്കാൻ കഴിയില്ല, ലോകസഭയിലുള്ളവരെ മത്സരിക്കാൻ കഴിയില്ലെന്ന്. എന്തുകൊണ്ടാണ് മുരളീധരൻ അത് പറഞ്ഞു? മുരളീധരൻ തരൂരിനെ കണക്കാക്കി. ഇവർക്ക് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരാളെ എയിം വെച്ചോണ്ട് ഇതൊക്കെ പറയുള്ളൂ, അല്ലെങ്കിൽ 2-3 പേരെ എയിം വെച്ച്. കാര്യം അടൂർ പ്രകാശ് ഇനി ഇവിടെ വരാൻ പാടില്ല, തരൂർ ഇവിടെ വരാൻ പാടില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാര്യം 5, 9, 10 കൊല്ലമായി ഞങ്ങൾ ഇവിടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇത് ഇരിക്കാൻ സീറ്റൊക്കെ വേണം, ഞങ്ങളിത് ഇരിക്കട്ടെ, ഞങ്ങൾ ഇത്തിരി കൂടിയ ഇന്നോവയിലൊക്കെ പോയി ഇറങ്ങട്ടെ, ഞങ്ങൾ ഇത്തിരി ശീതീകരിച്ച കാറിൽ പോട്ടെ, ശീതീകരിച്ച ഓഫീസിൽ ഇരിക്കട്ടെ, കാവലാളുകളെ ഫയലും കൊണ്ടൊരു 15 പേര് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണ്ടേ. ഇതൊക്കെ അവരുടെ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഈ കാണിക്കുന്ന പിന്നെ എന്താ പറയുക, വല്ലാത്ത ദ്വന്ദ്വ യുദ്ധം ഇവരെ കൊണ്ട് കുഴി തന്നെ ചാടിക്കും. ഇവർ കുഴി ചാടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് കയ്യിൽ വന്ന അവസരം. ഈ പടലപ്പിണക്കം എല്ലാം ഗുണം ചെയ്യാൻ പോകുന്നത് CPM-നായിരിക്കും എന്ന് ചുരുക്കം. CPM-നെ സംബന്ധിച്ച് CPM-ന് ഈ പറയുന്നതെല്ലാം കൂടെ മുതലെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇനി നടക്കുക. കാരണം ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു നിലമ്പൂർ ഇലക്ഷനിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് കുന്തളിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം AK ആന്റണി പറഞ്ഞത്. നിങ്ങളായിട്ട് CPM-ന് മൂന്നാമതൊരു ഭരണം നേടിക്കൊടുക്കാനുള്ള പണി എടുക്കരുത്. അല്ല, ഇത് ഇപ്പൊ കെയർ ടേക്കർ മന്ത്രിസഭയ്ക്ക് തുല്യമാണ്.
CPM നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്നും ചെയ്തു കൊടുക്കരുത്. CPM അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കാര്യം CPM അറിയാം ആ പണി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ MP ഗോവിന്ദനെതിരെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തലേദിവസത്തെ പ്രസ്താവന വോട്ടിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവന, അത് പാർട്ടി പഠിക്കും. പാർട്ടി പഠിച്ചിട്ട് തീരുമാനം വരും. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ CPM-നകത്ത് അതിഭീകരമായ പ്രശ്നങ്ങളുണ്ട്. ഈ സംഘടനാ തലത്തിൽ ഈ പാർട്ടി പഠിക്കുമെന്ന് പറയുമ്പോഴേ അവിടെ ബൈ ഇലക്ഷനുകൾ വലിയ കാര്യമായിട്ട് ഈ പറയുന്ന CPM നോക്കാൻ ഉണ്ടുണ്ട്. ബൈ ഇലക്ഷനുകൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ വിമർശനങ്ങളാണ്. സർക്കാരിന് എപ്പോഴും ഉണ്ടാകുന്ന വിമർശനങ്ങളാണ് ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് കോൺഗ്രസിന്റെ സീറ്റാണ്. ഈ കോൺഗ്രസിന്റെ സീറ്റിൽ ഈ പറയുന്ന അൻവറിനെ നിർത്തി മതമൗലികവാദികളുടെ ഉൾപ്പെടെ വോട്ട് കിട്ടിയാണ് 10 വർഷം നിലനിർത്തിയത്. അതിനുശേഷം തിരികെ അതിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ പഠിക്കാമെന്ന് പറയുന്നത് കൃത്യമായിട്ട് CPM-ന് അറിയാതെ ഇതാണ് സംഭവം എന്നുള്ളത് അറിയാം. പിന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ഭരണവിരുദ്ധ വികാരം, പിന്നെ ഈ കിട്ടിയ മുസ്ലിം വോട്ടെന്നൊക്കെ പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. കാരണം അറിയാത്തോണ്ടൊന്നുമല്ല, അവർക്കെല്ലാം പഠിച്ച് പറഞ്ഞവർ തന്നെ. പക്ഷെ ഈ ഒരു വിജയം CPM ഇതിൽ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇതിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ പോകുന്നത്, ഇവിടെ എന്തോരം തമ്മിലടിയുണ്ട്, ഇവിടെ എവിടെയൊക്കെ പാളിച്ചയുണ്ടാകും, അത് പഠിച്ചിട്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതനുസരിച്ചുള്ള സ്ട്രാറ്റജി ഇറക്കിയിട്ട് അതിൽ വിജയം കൊയ്യുകയായിരിക്കും മിക്കവാറും CPM ചെയ്യുക. അല്ല, ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ട്രെയിൻ യാത്ര ആയിക്കോട്ടെ, ഞാൻ നാട്ടിൽ പോയതാണ്. അപ്പോൾ ട്രെയിൻ യാത്ര ഉണ്ട്. ട്രെയിൻ യാത്രയിൽ എൻ്റെ കൂടെ സംസാരിച്ച് ഞാൻ ആ വണ്ടി പരിചയപ്പെട്ട 2 ആൾക്കാർ, 2 ബിസിനസ്സുകാരാണ്. അവരെന്നോട് പറയുന്നറിയോ, നിങ്ങൾ ആരും അങ്ങനെ മോഹിക്കണ്ട, നിങ്ങൾ ആരും വേണ്ട, കോൺഗ്രസ്സുകാരൊന്നും ഭരണത്തിൽ വരത്തില്ല. കാര്യം അവരുടെ തമ്മിലടി തീരത്തില്ല. അതുകൊണ്ട് ഇനി എത്ര ഇവിടെ കോൺഗ്രസ് വരുമെന്ന് വിചാരിച്ചാലും, എത്ര ഇവർ ഭരണവിരുദ്ധ വികാരം കാണിച്ചാലും ഒരു ടേം കൂടെ ചിലപ്പം സഹിക്കേണ്ടി വന്നേക്കാം ഇവരെ. കാര്യം ഈ തമ്മിലടി അത്ര രൂക്ഷമാണ്. കാര്യം വെറുതെ ആൾക്കാർക്ക് ചിരിക്കാനുള്ള വക ഇവർ തന്നെ കൊടുക്കും.